അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൂള, അതുപോലെ തന്നെ ചീനമുളക്, അതുപോലെ വലിയ മുളകുകൾ, നീളം കൂടിയ മുളകുകൾ, അതുപോലെ ഉണ്ടമുളകുകൾ എന്നൊക്കെ നമ്മൾ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥകൾ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല മഴയൊക്കെ കാണണ്ടല്ലേ, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കൃഷിഭവനിൽ പോയിട്ട് 5 ഉണ്ടമുളകിൻ്റെയും വലിയ മുളകിൻ്റെയും തൈ വാങ്ങി. മാത്രമല്ല അതിൻ്റെ കൂടെ വഴുതനങ്ങ, തക്കാളി തൈയൊക്കെ വാങ്ങി. അത് ഗ്രോ ബാഗൊക്കെ ഒരുപാട് ഫ്രീ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് കുഴിച്ചിടാൻ വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇതിലെന്ത് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വഴുതനങ്ങ തൈയിൽ ഈ കാണുന്ന തൈ കണ്ടില്ലേ, അങ്ങനെ വഴുതനങ്ങ ഉണങ്ങി നിന്നതിന് ശേഷം ഇപ്രാവശ്യം അതൊന്ന് മണ്ണൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് വളമൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വഴുതനങ്ങ കുഴിച്ചിടാമെന്ന് കരുതിയിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഇതിൽ നിറയെ വഴുതനങ്ങ തൈ. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം വേനൽക്കാലത്ത് നമ്മൾ ഇതേപോലെ ബക്കറ്റിലൊക്കെ വിത്തുകളൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് മുളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ തക്കാളി, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വാടിപ്പോയ ഉണങ്ങി നിന്നിട്ട് കൈവിട്ട് പോകുന്ന കരുതിയ മുളകും തൈകളൊക്കെ ഒന്ന് ഉഷാറായിട്ട് പൂക്കളൊക്കെ ഇടാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിചരിച്ചിട്ട് നന്നാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഗ്രോ ബാഗാണ്. ഇതൊക്കെ ഗ്രോ ബാഗുകളാണ്. ഇതിലൊന്നും കാണാനൊന്നുമില്ല. ഇതിൽ മുളകും തൈ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇതൊക്കെ മുളക് കൃഷി ചെയ്തിരുന്ന ഗ്രോ ബാഗുകളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ നിലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ടിരുന്ന ഒരു മുളകാണിത്. ഉജ്ജ്വല മുളക് എന്നൊക്കെ പറയും. ഇത് ചീനമുളകിൻ്റെയാണ്. ഉജ്ജ്വല മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിപ്പോയി. ഇത് ചീനമുളകിൻ്റെ തൈയാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത്. എന്താ അവസ്ഥ എന്നറിയില്ല. അങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം കാടൊക്കെ പൊങ്ങി പിന്നീട് കാണാതായി. ഇന്ന് നോക്കുമ്പോൾ വേനൽക്കാലത്തൊക്കെ വന്ന് മഴയൊക്കെ പെയ്ത് ഉഷാറായി നോക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ നല്ല ഉഷാറായിട്ട് മുളകൻ തൈ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് മുളകൻ തൈ. ഇതൊക്കെ മുളകിൻ്റെ തൈയാണ്. ഇതൊക്കെ മുളകിൻ്റെ തൈയാണ്. അതൊക്കെ ഇവരൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച മാവാണിത്, മാവ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇതൊക്കെ എല്ലാവർക്കും കാണിച്ച് തന്നെന്ന് മാത്രം. ഇനി ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശേഷം നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ പൂള വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ ഇതിനെ നല്ല രീതിയിൽ പറിച്ചെടുത്ത് നല്ല കുഴിയൊക്കെ കുത്തി ഇതിനെ വളർത്തിയെടുക്കാനുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോ ഇതൊക്കെ ഇത് സംബന്ധമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് മരങ്ങൾ തന്നെ ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിച്ച് പോയ ഒരുപാട് മരങ്ങൾ, ചെടികൾ ഒക്കെ കാട് പ്രദേശമാണ്, ചെറിയൊരു കാട് പ്രദേശമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഒക്കെ വീണ്ടും വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.